ഒന്ന് ആലോചിക്കണം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അടക്കം പറഞ്ഞു, ഭ്രാന്ത് പിടിച്ച ലോകമാണ് സൂഫിസം. ഒരാൾ അതിൽ കടന്നാൽ ഭ്രാന്തനായിട്ടല്ലാതെ മടങ്ങി വരികയില്ല. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വിളിച്ചു പറയുന്നവർ, എന്തും അവകാശപ്പെടുന്നവർ, ഞാൻ അതാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ കളക്ടറാണ്, ഞാൻ മന്ത്രിയാണ്, ഞാൻ പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ ആരാ പറയാ? അല്പം മാനസിക പ്രശ്നമുള്ളവരല്ലേ പറയാ? അതൊരു വസ്തുതയല്ലേ? തമാശക്ക് നമ്മൾ പറയലുണ്ടല്ലോ. ഇതുപോലെയാണ് ഒരു ഔലിയ അള്ളാഹ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്നറിയോ? അയാള് മുട്ടൻ ഭ്രാന്തനായി, ഏറ്റവും വലിയ ഭ്രാന്തനായി അയാൾ മാറിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അത്രമാത്രം ഗൗരവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ ത്വരീഖത്തിലൂടെ, ഈ ആശയത്തിലൂടെ പോകുന്ന ആളുകൾ ആരെ വിളിക്കണം എന്നാണ് സമൂഹത്തോട് പറഞ്ഞു കൊടുത്തത്. കേട്ടോളി, നമ്മൾ വിചാരിക്കണ ആളല്ല മൊയ്തീൻ ഷെയ്ഖ് ഇട്ട മോനെ, കളിക്കേണ്ട കളിയല്ല കേട്ടോ. വിളിച്ചാ വിളിപ്പുറത്താ, വിളിക്കണ്ടോ വിളിച്ച 1000 വട്ടമൊന്നും വിളിക്കണ്ട, ഒരേറ്റ വട്ടം വിളിച്ചാൽ മതി. ഒറ്റ വിളിയാണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടൂ ഉത്തരം, ജവാബ്. അത് അല്ലാഹ് അവർക്ക് കൊടുത്ത കഴിവാണ്. വിളിച്ചാ വിളിപ്പുറത്താ, വിളിക്കണ്ടോ വിളിച്ച 1000 വട്ടമൊന്നും വിളിക്കണ്ട, ഒരേറ്റ വട്ടം വിളിച്ചാൽ മതി. ഒറ്റ വിളിയാണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടൂ ഉത്തരം, ജവാബ്. അത് അല്ലാഹ് അവർക്ക് കൊടുത്ത കഴിവാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ കുറെ ഒന്നും വിളിക്കണ്ട, ഒറ്റ വിളിയാണ് വിളിച്ചാൽ മതി, വിളിപ്പുറത്ത് ഉത്തരം കൊടുക്കുന്ന. അഗ്സിന അല്ലെങ്കിൽ അഗ്സിനി എന്ന് ഒറ്റ വിളിക്കുക, വിളിപ്പുറത്ത് ഉത്തരം കൊടുക്കും. അത് അല്ലാഹ് അവർക്ക് കൊടുത്ത കഴിവാണ്. ഈ കൊടുത്ത കഴിവ് ആരവാദ? ശുദ്ധ ശിയായിസമാണ്. അത് സൂഫിയാക്കളിലൂടെ കൈമാറി കിട്ടിയതാണ്, ദീനുമായി ബന്ധമുള്ള വാദമല്ല. ഈ ആശയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ആളുകൾ എങ്ങനെയാണ് ആദർശ നവോത്ഥാനം അവകാശപ്പെടുക?